വെയർ ഹൗസ് മാനേജ്മെൻറ്റിൽ പ്രൈമറി കൺസേൺ കൊടുക്കുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ സ്റ്റോക്കുകൾക്കാണ്. അതായത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, നമ്മളതിനെ ഇൻവെൻട്രി എന്ന് പറയും. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോക്കുകൾ ലൈക്ക് ഫൈനൽ പ്രൊഡക്ട്സ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇൻവെൻട്രീസ് ആണ്. അതായത് വൺസ് നമ്മുടെ ബിസിനസ്സിലേക്ക് അത് ഇൻക്ലൂഡഡ് ആയി, ഓക്കെ, ചിലപ്പോൾ അത് വേറൊരാൾക്ക് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലോട്ട് തന്നെ വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് കൈമാറുക എന്നുള്ള പർപ്പസുകളായിരിക്കും നമ്മൾ നമ്മുടെ ഇൻവെൻട്രീസ് കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ആഡ് ചെയ്യുന്ന ഇൻവെൻട്രീസ് ഉണ്ടാവും, അത് അല്ലാത്ത ഇൻവെൻട്രീസ് ഉണ്ടാവും. എനിവേ നമ്മൾ പ്രൈമറി കൺസേൺ കൊടുക്കുന്നത് നമ്മുടെ ഇൻവെൻട്രീസിനായിരിക്കും. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും ഫെസിലിറ്റീസും നമ്മളിവിടെ വെയർ ഹൗസിൽ പ്രൊവൈഡ് ചെയ്യണം. അതായത് അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി അല്ലെങ്കിൽ എന്ത് ആണോ നമ്മുടെ ആ ഒരു ഇൻവെൻട്രി അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്, അത്തരം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമ്മളുടെ വെയർ ഹൗസ് കേപ്പബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസേൺ ആണ് ഇവിടെ നമ്മുടെ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന ആ ഒരു ടേമിൻ്റെ ഉള്ളിൽ. ലൈക്ക് റിക്വയർഡ് ഇൻവെൻട്രിക്ക് ആവശ്യമായിട്ടുള്ള പെല്ലറ്റ്സ്, അതുപോലെ തന്നെ അത് പെല്ലറ്റും സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പെല്ലറ്റ് ജാക്ക്, ഫോർക്ക് ലിഫ്റ്റ് മുതലായവ, ദെൻ സ്റ്റാക്കേഴ്സ്, അതുപോലെ തന്നെ ഷെൽഫ്സ്, പിന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് രീതിയിലുള്ള സ്കാനേഴ്സ്, ഹാൻഡ് ഹെൽഡ് ട്രാൻസ്മിറ്റേഴ്സ്, ഇത്തരം എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഫോർ ബെറ്റർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അതുപോലെ തന്നെ ഇൻവെൻട്രി സോഫ്റ്റ്വെയർ ട്രാക്കിംഗ്, സ്റ്റോക്ക് ട്രാക്കിംഗ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെറിയൊരു ഔട്ട്ലൈൻ പോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വരും ക്ലാസ്സുകളിൽ അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിയററ്റിക്കലി ആയിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനായിട്ട് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നതാണെങ്കിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വെയർ ഹൗസിൻ്റെ ഫെസിലിറ്റീസ്, ലൈക്ക് അതിൻ്റെ ലേ ഔട്ട്സ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഓക്കെ, ലൈക്ക് ഇൻവേർഡ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് ഗുഡ്സിൻ്റെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, വെഹിക്കിൾ ഡോക്ക് ചെയ്യാനുള്ള സൗകര്യം, ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പല വെയർ ഹൗസുകളും ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് മെഷീൻസ് ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, അല്ലെങ്കിൽ AI-യുടെ സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരുപാട് വെയർ ഹൗസുകളുണ്ട്. ഇന്ത്യയിലും മേ ബി നമുക്ക് എന്താണ് അത്തരം വെയർ ഹൗസുകൾ താരതമ്യേന വളരെ കുറവേ കാണാൻ പറ്റുള്ളൂ. പുറം രാജ്യങ്ങളിൽ അവിടെ വലിയ രീതിയിൽ ലൈക്ക് ഇപ്പോൾ ടൊയോട്ട, ടെസ്ല അതുപോലുള്ള ആളുകളുടെ കമ്പനീസിൻ്റെ അടുത്ത് അവരുടെ കയ്യിൽ സ്മാർട്ട് വെയർ ഹൗസസ് ഉണ്ടാവും, AI വെയർ ഹൗസ് ഉണ്ടാവും, AI ഡ്രിവൺ വെയർ ഹൗസസ്, ലൈക്ക് ഇപ്പോൾ ഇവൻ റോബോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്ന വെയർ ഹൗസസ് ഉണ്ടാവും. അഫ്കോഴ്സ് നിങ്ങൾ 6 പാർട്ടി പ്രൊവൈഡേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് ഇത്തരം വെയർ ഹൗസ് സർവീസ് പ്രൊവൈഡേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ടൈപ്പ് ഓഫ് വെയർ ഹൗസുകളിലും ഇത്തരം ഓട്ടോമേഷൻസ്, AI ടെക്നോളജീസൊക്കെ എന്തായാലും അഡാപ്റ്റ് ആവും. അപ്പോൾ തന്നെ നിലവിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വെയർ ഹൗസ് ഓപ്പർച്യൂണിറ്റീസിൽ ഇത്തരം ടെക്നോളജീസും കൂടി അഡാപ്റ്റ് ആയി കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ടാവും, വെയർ ഹൗസ് മേഖലയിൽ വരും.